ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം, ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. കാവ്യകൗസ്തുഭം ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ ശ്യാമസുന്ദരൻ എന്ന കവിതാസമാഹാരത്തിലെ കാണുമാറാകണം എന്ന കീർത്തനം ഇവിടെ പാടി സമർപ്പിക്കുന്നു. പീലിയും പിച്ചകമാലയും ചൂടിയ മൗലിയും ചന്ദനം ചാർത്തിയ നെറ്റിയും. പീലിയും പിച്ചകമാലയും ചൂടിയ മൗലിയും ചന്ദനം ചാർത്തിയ നെറ്റിയും. കൽപ്പകവല്ലി പോലാടുന്ന ചില്ലിയും ഉൽപ്പല സൗഭഗം തേടുന്നോരക്ഷിയും. കൽപ്പകവല്ലി പോലാടുന്ന ചില്ലിയുമുൽപ്പല സൗഭഗം തേടുന്നോരക്ഷിയും. പൊന്മീന കുണ്ടലം മിന്നുന്ന കർണവും സന്മന്ദഹാസം പൊഴിയുമധരവും. പൊന്മീന കുണ്ടലം മിന്നുന്ന കർണവും സന്മന്ദഹാസം ഒഴിയുമധരവും. ചൂർണമാം കുന്തളം പറ്റിയ ഗണ്ഡവും പൂർണേന്ദു സുന്ദരമാകും വദനവും. ചൂർണമാം കുന്തളം പറ്റിയ ഗണ്ഡവും പൂർണേന്ദു സുന്ദരമാകും വദനവും. നാസയും കൗസ്തുഭം കോലുന്ന കണ്ഠവും വാസന പൊങ്ങിടും ശ്രീവനമാലയും. നാസയും കൗസ്തുഭം കോലുന്ന കണ്ഠവും വാസന പൊങ്ങിടും ശ്രീവനമാലയും. പൂമകൾ വാഴും ഭുജാന്തരവിധിയും പൂമകൻ പൊട്ടിമുളച്ചോരു നാഭിയും. പൂമകൾ വാഴും ഭുജാന്തരവിധിയും പൂമകൻ പൊട്ടിമുളച്ചൊരു നാഭിയും. പൂങ്കുഴലേന്തുന്ന പാണിപത്മങ്ങളും തങ്കനൂൽ കെട്ടിയ മധ്യപ്രദേശവും. പൂങ്കുഴലേന്തുന്ന പാണിപത്മങ്ങളും തങ്കനൂൽ കെട്ടിയ മധ്യപ്രദേശവും. നൂലിൻ്റെ മാണികൾ തൂങ്ങിടുമൂരുവും വാലിട്ടിഴയ്ക്കുന്ന പൂമ്പട്ടുകോണവും. നൂലിൻ്റെ മാണികൾ തൂങ്ങിടുമൂരുവും
വാലിട്ടിഴറ്റുന്ന പൂമ്പട്ടുകോണവും 4 പുരുഷാർത്ഥമേകുന്ന ജാനുവും ചേലുറ്റ ജംഘയും പൊന്നിൻ തളകളും 4 പുരുഷാർത്ഥമേകുന്ന ജാനുവും ചേലുറ്റ ജംഘയും പൊന്നിൻ തളകളും കോലാഹലം പൂണ്ട പാദവിന്യാസവും കാലാരി ചൂടും നഖേന്ദുബിംബങ്ങളും കോലാഹലം പൂണ്ട പാദവിന്യാസവും കാലാരി ചൂടും നഖേന്ദുബിംബങ്ങളും കാലികൾ നക്കിത്തൂവർത്തി മിനുത്തോരു കാലിൻ്റെ സിന്ദൂര സുന്ദര മൂലവും കാലികൾ നക്കി തുവർത്തി മിനുത്തോരു കാലിൻ്റെ സിന്ദൂര സുന്ദര മൂലവും വൃന്ദാവനത്തിനെ സൗന്ദര്യ വീഴ്ചയിൽ ആന്തോളനം ചെയ്തു വെല്ലുന്ന മൂർത്തിയും വൃന്ദാവനത്തിനെ സൗന്ദര്യ വീഴ്ചയിൽ ആന്തോളനം ചെയ്തു വെല്ലുന്ന മൂർത്തിയും എന്മൃതി വേളയിലീ ചൊന്നതൊക്കെയും മന്മനോവാപിയിൽ കാണുമാറാകണം എന്മൃതി വേളയിൽ ഈ ചൊന്നതൊക്കെയും മന്മനോവാപിയിൽ കാണുമാറാകണം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അസാരേ സംസാരേ വിഷയവിഷസംഗാകുലധിയ ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം പിബത ശുകഗാധാതുലസുധാം. കിമർത്ഥം വ്യർത്ഥം ഭോ വ്രജതകുപഥേ കുൽസിതകഥേ പരീക്ഷിത് സാക്ഷി യശ്രവണഗതമിത്യുക്തികഥനേ. ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 992 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഭഗവാന്റെ അനൽപമായ കാരുണ്യം ഈ വൈശാഖ മാസത്തിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നാളെ കാലത്ത് 9 മണിയോടുകൂടി 12-ാം അധ്യായം പാരായണം ചെയ്തുകൊണ്ട് മാളയ്ക്കടുത്ത് ഐരാണിക്കുളം കീഴ്തൃക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സമർപ്പിക്കപ്പെടുമ്പോൾ നാളെ തന്നെ വൈകുന്നേരം ഒറ്റപ്പാലത്തിനടുത്ത് അമ്പലപ്പാറ മേലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രാങ്കണത്തിൽ മറ്റൊരു സപ്താഹത്തിന് കൂടി തുടക്കം ആവുകയാണ്. പാലക്കാട് ജില്ലയിൽ ഉള്ള ആളുകൾ, എത്തിച്ചേരാൻ കഴിയുന്ന ആളുകൾ ഈ സപ്താഹയജ്ഞത്തിൽ പങ്കുചേരാൻ സ്നേഹപൂർവം എല്ലാവരെയും ക്ഷണിക്കുന്നു. ഇവിടെ ശ്രീമദ് ഭാഗവതം 12 സ്കന്ധത്തിലെ 17 ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ അനുസ്മരിച്ചത്. ഇന്ന് 18-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുന്നു. ശ്രീമദ് ഭാഗവതം സർവപുരാണങ്ങളിൽ നിന്നും ഏറ്റവും അത്യുത്തമമാണ്, സർവസമ്മതമാണ് എന്ന് പറയുന്നു. ഏതുപോലെ സകല ക്ഷേത്രങ്ങളിലും കാശി ക്ഷേത്രം എത്ര കണ്ട് ശ്രേഷ്ഠമാണോ അതുപോലെ ശ്രീമദ് ഭാഗവതം മറ്റു പുരാണങ്ങളെക്കാൾ അത്യുത്തമമാണ് എന്ന് പറയുന്നു. പിന്നീട് പറയുകയാണ്, ശ്രീമദ് ഭാഗവതം
പുരാണമമലം യത് വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയത്തെ തത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ ഭക്തിയാ വിമുച്യേ നര. അമലം ശ്രീമദ് ഭാഗവതം, ദോഷത്തെ ഇല്ലാതെയാക്കുന്ന നിർമ്മലമായിരിക്കുന്ന ശ്രീമദ് ഭാഗവതം, ഐശ്വര്യത്തെ പ്രകാശിപ്പിക്കുന്നു. അതുകൊണ്ട് ശ്രീമദ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ ഗുണഗണങ്ങളെ പ്രതിപാദിക്കുന്നതായിട്ടുള്ള ഈ പുരാണം, പുരാണം യത്ത്, പുരാണം ഏതാണോ തത്ത്, അത് വൈഷ്ണവാനാം പ്രിയം, വിഷ്ണുഭക്തന്മാർക്ക് വൈഷ്ണവന്മാർക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. യസ്മിൻ, യാതൊന്നിൽ, പാരമഹംസ്യം, പരമഹംസന്മാരാൽ പ്രാപിക്കപ്പെടാൻ യോഗ്യമായ, ഏകം അമലം പരം ജ്ഞാനം, ഏകമായ അദ്വിതീയമായ, അമലം വിഷയസംബന്ധമില്ലാത്ത നിർമ്മലമായ ശുദ്ധമായ, പരം ജ്ഞാനം ഏറ്റവും പരമമായ ഉത്കൃഷ്ടമായ ബ്രഹ്മസ്വരൂപത്തെ, ആ ജ്ഞാനത്തെ ഗീയത്തെ ഗാനം ചെയ്യപ്പെടുന്നുവോ തത്ര, അതിൽ ജ്ഞാനവിരാഗഭക്തി സഹിതം, അവിടെ ജ്ഞാനം, വൈരാഗ്യം, ഭക്തിയുക്തമായിരിക്കുന്ന നൈഷ്കർമ്മ്യം, കർമ്മ വിരക്തി, കർമ്മ വിമുക്തി ആവിഷ്കൃതം, വേണ്ട പോലെ പ്രകാശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. തത് ശൃണ്വൻ, അതിനെ കേൾക്കുന്നതും, വിപഠൻ ശ്രദ്ധയോടുകൂടി പഠിക്കുന്നതും, വിചാരണപരഹ വിചാരതൽപരന്മാരുമായിരിക്കുന്ന നരഹ മനുഷ്യൻ, ഭക്തിയാ ഭക്തി കൊണ്ട് വിമുച്ചിയേൽ വിമുക്തനാവും എന്നാണ്. ഇപ്പം ശ്രീമദ് ഭാഗവത പുരാണം ഭക്തിപൂർവം ശ്രവണകീർത്തനാദികൾ ചെയ്യുന്ന ഒരാൾക്ക്, ഒരു ജീവന് സംസാരബന്ധത്തിൽ നിന്ന്, സംസാരത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന്, ഇത്തരം ചങ്ങലക്കെട്ടുകളിൽ നിന്നൊക്കെ മോചനം നേടാനായിട്ട് സാധിക്കണം. സംസാര വിമുക്തി എന്നുള്ളത് ശ്രീമദ് ഭാഗവതം, ഈ കംസാരിയുടെ ഗുണഗണങ്ങൾ പറയുന്ന ശ്രീമദ് ഭാഗവതത്തിൽ അതിൻ്റെ പഠനത്തിലൂടെ, അതിൻ്റെ കീർത്തനത്തിലൂടെ, അതിൻ്റെ ശ്രവണത്തിലൂടെയൊക്കെ സാധിക്കണം. അപ്പോൾ എങ്ങനെയാണത് ഉറപ്പിച്ചു പറയണത്? മോക്ഷത്തിന് എന്നും പ്രതിബന്ധമായി നിൽക്കുന്നത് രാഗം, ദ്വേഷം തുടങ്ങിയവയൊക്കെയാണ്. കാമക്രോധ ലോഭ മോഹ മത മാത്സര്യാദികളാകുന്ന ഷഡ്രിഭുക്കൾ, അത് എന്നും മോക്ഷപ്രാപ്തിക്ക് ജീവന് തടസ്സമായിട്ട് നിൽക്കുന്നു. എന്നാൽ അത്തരം ദോഷങ്ങളെ ഇല്ലാതെയാക്കുന്ന, നിശേഷം നശിപ്പിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം. നീഹാരമിവ ഭാസ്കര എന്ന് അജാമിളമോക്ഷത്തിൽ പറയുന്നത് പോലെ, എപ്പോഴാണ് നമുക്ക് ഇരുട്ട് ഇല്ലാതെയാവേണ്ടത്? വെളിച്ചം വരുമ്പോൾ. അതേപോലെ സൂര്യൻ ഉദിക്കുമ്പോഴാണ് മഞ്ഞുതുള്ളികൾ അപ്രത്യക്ഷമാവുന്നത്. ഇരുട്ട് എന്നുള്ളത് സത്യത്തിലില്ലാത്തതാണ്. വെളിച്ചമില്ലാത്ത അവസ്ഥയാണ് ഇരുട്ട്. വെളിച്ചം വരുന്നതോടുകൂടി ഇരുട്ട് അപ്രത്യക്ഷമാവുന്നു. ഇതേപോലെ ആ സംസാര ദോഷങ്ങൾ, മോക്ഷത്തിന് പ്രതിബന്ധമായിരിക്കുന്ന സംസാര ദുഃഖങ്ങൾ നിശേഷം നശിപ്പിക്കുന്നതാണ് ഭാഗവതം. മോക്ഷപ്രദനായ ഭഗവാന്റെ കഥയാണ് ഇതിൽ പാടുന്നത് എന്നാണ്. ഭക്തനോടുള്ള ഭഗവാന്റെ വാത്സല്യാദി കല്യാണ ഗുണങ്ങളെ, എന്താ കല്യാണ ഗുണം എന്ന് പറഞ്ഞാൽ മംഗളകരമായ ഗുണങ്ങളെ ഇതിൽ പ്രകാശിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഈ ശ്രീമദ് ഭാഗവതം, ഇത്രയും ശ്രേഷ്ഠമായിരിക്കുന്ന ശ്രീമദ് ഭാഗവതം, അത് വൈഷ്ണവന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എന്ന് പറയുന്നു. വൈഷ്ണവാനാം പ്രിയം യത്ത്, ഇത് വൈഷ്ണവന്മാർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് എന്ന് പറയുന്നു. ക്ഷീരനീര വിവേകി എന്ന് ഹംസങ്ങളെ പറയാറുണ്ട്. എന്താ അങ്ങനെ പറയണത്? പാലും വെള്ളവും ഒരുമിച്ച് ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പാലിനെ മാത്രം സ്വീകരിക്കുക, വെള്ളത്തെ തള്ളിക്കളയുക, ആ പാലിനെ മാത്രം വേർതിരിച്ചെടുത്ത് ആസ്വദിക്കുന്ന ഹംസങ്ങളെ പോലെ. ഹംസങ്ങൾ പാലേ കുടിക്കുള്ളൂ, അരയന്നങ്ങൾ പാലേ കുടിക്കുള്ളൂ എന്നാണ്. അപ്പോൾ പാലും വെള്ളവും ഒരുമിച്ചാക്കി വെച്ചാൽ അതിൽ വെള്ളത്തെ അവഗണിച്ച് ആ പാലിനെ മാത്രം സ്വീകരിക്കുക, ഇത് ഹംസങ്ങളുടെ, അരയന്നങ്ങളുടെ
സ്വഭാവമാണ്. ആ ഹംസങ്ങളെ പോലെ തന്നെയാണ് ഈ ചരാചര സ്വരൂപങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന അരൂപനായ പരമാത്മാവിനെ വിവേകശക്തി കൊണ്ട് വേർതിരിച്ച് സാക്ഷാത്കരിക്കാൻ സാധിക്കുക. അങ്ങനെയുള്ള ആളുകളെയും എന്താ പറയാറുള്ളത്? ഈ ഹംസത്തെ പോലെ പരമഹംസം എന്നാണ് പറയുക. സാധാരണ അരയന്നങ്ങൾ പാലിനെയും വെള്ളത്തെയും ഒരുമിച്ച് വെച്ചാൽ അതിൽ പാലിനെ മാത്രം വേർതിരിച്ചെടുക്കുന്നുവെങ്കിൽ ഈ പരമഹംസന്മാർ ചരാചര സ്വരൂപത്തിൽ ഈ ലോകത്തുള്ള സകല വസ്തുക്കളിലും ചൈതന്യമായി നിലനിൽക്കുന്ന ആ ഭഗവാനെ, ആ പരമാത്മ ചൈതന്യത്തെ വിവേകശക്തി കൊണ്ട് വേർതിരിച്ചറിഞ്ഞ് സാക്ഷാത്കരിക്കുന്നു. അതുകൊണ്ടാണ് അവർ പരമഹംസന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ പരമഹംസന്മാർക്ക് അനുഭവരൂപേണ അറിയപ്പെടുന്നതാണ് ഭഗവാൻ. വിഷയസംബന്ധമില്ലാത്തത് കൊണ്ട് അത്യന്തം നിർമ്മലമാണ്, അദ്വിതീയമാണ് ഭഗവാൻ. അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾ കൊണ്ട് ഭഗവാനെ സാധിക്കില്ല, മറിച്ച് നൈഷ്കർമ്മ്യം കൊണ്ടേ ഭഗവാനെ കിട്ടുള്ളൂ. അപ്പോൾ ആ സച്ചിദാനന്ദാത്മകമായ പരബ്രഹ്മസ്വരൂപത്തെക്കുറിച്ച് ഈ ശ്രീമദ് ഭാഗവതത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഭാഗവതത്തിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഈ പരബ്രഹ്മ വസ്തുവിനെ, ഈ പരമമായ സത്യത്തെ ധ്യാനിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്, അല്ലേ? ജന്മാദ്യസ്യ യതോന്വയാതി തരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദ യ ആദികവയെ മുഹ്യന്തിയൽ സൂരയ തേജോ വാരിമൃതാം യഥാവിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗവതം ആരംഭിക്കുന്നത്. അപ്പോൾ ഭഗവാനിലേക്ക് എത്താനുള്ള വഴി ജ്ഞാനവും വൈരാഗ്യവും ഭക്തിയുമാണ്. ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ അത് തന്നെയാണ് പറഞ്ഞത്, അല്ലേ? ഭക്തിദേവി ഉണർവില്ലാത്ത തൻ്റെ മക്കളായ ജ്ഞാനവൈരാഗ്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നതായ ഒരു രംഗത്തിലേക്കാണ് ആദ്യം ഭാഗവതകാരൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയത്. അപ്പം ജ്ഞാനം, വൈരാഗ്യം, ഭക്തി ഇതിൻ്റെ സ്വരൂപത്തെയും ജീവാത്മാവിൻ്റെ കർമ്മബന്ധ വിമുക്തിയെയും ഈ ഭാഗവതത്തിൽ വളരെ സ്പഷ്ടമായിട്ട് പ്രകാശിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ സർവദാ പരമപുരുഷാർത്ഥത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗവത ശാസ്ത്രം ആരാണോ ശ്രദ്ധയോടുകൂടി, ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു അല്ലേ, സാവധാനതയാ ശൃണു, ശ്രദ്ധയോടുകൂടി കേൾക്കണം എന്നാണ്. അപ്പോഴാണ് ഇതിനെ അനുഭവവേദ്യമാവുക. അപ്പോൾ പറയണു, ആരാണോ ശ്രദ്ധാഭക്തി സഹിതം കേൾക്കുന്നത്, പഠിക്കുന്നത്, അതേപോലെ തന്നെ അർത്ഥം വിചാരിക്കുന്നു, വിചാരണപരോ വിപഠൻ വിചാരണപരോ എന്നാണ്, പഠിക്കുകയും അതിനെ വിചാരം ചെയ്യുകയും ചെയ്യുന്ന ഒരു പുരുഷൻ ഭക്തി കൊണ്ട് അവൻ്റെ അന്ധക്കരണം ശുദ്ധമായിട്ട് തീരുന്നു. അന്ധക്കരണം ശുദ്ധമാകുമ്പോൾ എന്താ പ്രത്യേകത? അവിടെ ഭഗവത് സ്വരൂപം തെളിഞ്ഞ് കാണുന്നു. ഭഗവത് സ്വരൂപം തെളിഞ്ഞു കാണുമ്പോഴോ സംസാരബന്ധത്തിൽ നിന്നുള്ള മോചനം ഉണ്ടാവുന്നു. ഭഗവത് സ്വരൂപത്തെ വ്യക്തമായി കാണാൻ നമ്മുടെ മനസ്സാകുന്ന, നമ്മുടെ അന്ധക്കരണമാകുന്ന കണ്ണാടി ഭക്തി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി വെക്കണം. എങ്കിലേ ആ ഭഗവാനെ നമുക്ക് അനുഭവവേദ്യമാവുകയുള്ളൂ. ഭഗവാൻ എല്ലായിടത്തുമുണ്ട്, എല്ലായ്പ്പോഴുമുണ്ട്, എല്ലാവരിലുമുണ്ട്. എന്നാൽ എല്ലാവർക്കും അതിനെ വേണ്ടതുപോലെ അറിയാൻ സാധിക്കണില്ല. ഭഗവാന്റെ അനുഗ്രഹത്തെക്കുറിച്ച് മനുഷ്യന് എല്ലാവർക്കും വേണ്ട പോലെ മനസ്സിലാവണില്ല. സത്വഗുണപ്രധാനികൾക്ക് കൂടുതൽ ഭഗവാനെ അറിയാൻ സാധിക്കും. ഭഗവാൻ സത്വസ്വരൂപിയാണ്. എന്നാൽ രജോ ഗുണപ്രധാനികൾക്ക് അത്ര അറിഞ്ഞോളണമെന്നില്ല. തമോ ഗുണപ്രധാനികൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഭഗവാനെ അറിയാൻ. ഭഗവാന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം ഒരർത്ഥത്തിൽ സൂര്യപ്രകാശം പോലെയാണ് എന്ന് ഉദാഹരിക്കാറുണ്ട് സജ്ജനങ്ങൾ, പൂർവ്വസൂരികൾ, ഗുരു പരമ്പരകൾ. ഏതുപോലെ സൂര്യൻ എല്ലാവരെയും ഒരുപോലെ കാണുന്നു. എന്നാൽ സൂര്യനെ കാണുന്നവരുടെ വ്യത്യാസമനുസരിച്ച്, സൂര്യൻ്റെ കിരണങ്ങളെ സ്വീകരിക്കുന്ന ആ വസ്തുവിൻ്റെ വ്യത്യാസമനുസരിച്ച് ആ കിരണങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രതിഫലനത്തിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടത്. ഏതുപോലെ സൂര്യൻ ആകാശത്ത് നിന്ന് ആ പ്രകാശത്തെ ലോകത്തിന് നൽകുന്നു.
പക്ഷേ ആ പ്രകാശം ഒരു കല്ലിൽ തട്ടുമ്പോൾ അത് വളരെ കുറച്ചേ പ്രതിഫലിക്കുള്ളൂ. അത് തന്നെ കടലിലാണ്, കടൽ വെള്ളത്തിലാണ് അത് വന്ന് തട്ടുന്നതെങ്കിൽ കുറച്ചുകൂടി അതിൻ്റെ പ്രതിഫലനം നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ അത് ഒരു കണ്ണാടിയിലാണെങ്കിൽ അത് കൂടുതൽ 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 വ്യക്തമാവും. ആ അനുഗ്രഹ കിരണങ്ങളോടൊപ്പം തന്നെ അത്രയും ശക്തിയിൽ നിൽക്കാൻ ആ പ്രതിഫലനത്തിനും സാധിക്കും. ഇതേപോലെ സത്വഗുണപ്രധാനികളിൽ ഭഗവത് അനുഗ്രഹം വളരെ സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും കാണും. രജോ ഗുണം വർദ്ധിച്ച ആളുകളിൽ അത് കുറച്ച് കുറയും. തമോ ഗുണാണെങ്കിൽ വളരെ കുറയും. എങ്കിലും ചെറിയൊരു പ്രതിഫലനം ഉണ്ടാവും. തമോ ഗുണപ്രധാനികളുടെ ഭക്തിയെ പ്രാകൃത ഭക്തി എന്നാണ് പറയുക. അപ്പോൾ ഈ രീതിയിൽ സത്വഗുണപ്രധാനി കണ്ണാടി പോലെയും രജോ ഗുണപ്രധാനി കടല് പോലെയും തമോ ഗുണപ്രധാനി കല്ല് പോലെയുമാണ് എന്ന് പറയേണ്ടി വരും. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയണത്. അപ്പം അതുകൊണ്ട് ഈ ഭാഗവതത്തെ ഒരു ജീവൻ, ഒരു പുരുഷൻ ഭക്തി കൊണ്ട് പരിശുദ്ധമായ അന്ധകരണത്തോടു കൂടി മനസ്സ് ശുദ്ധമാക്കി ഇതിനെ അനുസന്ധാനം ചെയ്താൽ തീർച്ചയായും സംസാര ബന്ധങ്ങളിൽ നിന്ന്, ഇത്തരം ബന്ധനങ്ങളിൽ നിന്ന് അയാൾക്ക് മോചനം കിട്ടും. യാതൊരു സംശയവുമില്ല, നിസ്തർക്കമാണ് എന്ന് പറയുകയാണ്. അങ്ങനെ ആ ഭാഗത്തോടുകൂടി ഇന്ന് നമ്മൾ 18ാമത്തെ ശ്ലോകം മാത്രമാണ് അനുസ്മരിച്ചത്. ഇനി നമുക്ക് 19, 20, 21, 22, 23 5 ശ്ലോകങ്ങളേ ഉള്ളൂ. നമുക്ക് 1000 ദിവസങ്ങളെ കൊണ്ട് ഈ ഭാഗവതം സമർപ്പിക്കണമെന്നാണ് മോഹം. ഭഗവാൻ വേണ്ട പോലെ ആക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുള്ളൂ. സർവം ഭവൽ പ്രേരണൈവ ഭൂമൻ എന്ന ആ ബോധ്യത്തെ ഉള്ളിൽ വെച്ചും കൊണ്ട് ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ നമുക്ക് മറ്റൊരു രംഗത്തോടുകൂടി ആരംഭിക്കാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ.
ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം
ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.